രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മാരകമായ അല്ലെങ്കിൽ പ്രഹരശേഷി ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചുകൊണ്ടാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. എന്നാൽ അതിനുശേഷം രൂപം കൊണ്ട യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമാധാന സംഘടന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സംഘർഷമുണ്ടായാൽ അത് ലഘൂകരിക്കുകയും സമാധാനം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടെ ആ മേഖലകളിൽ ഇടപെടുവാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു ശക്തിയായി മാറുക എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം. എന്നാൽ നിരാശയെന്ന് പറയട്ടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അനവധി യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ലോകരാജ്യത്തിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന രീതിയിലാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം ആര് തുടങ്ങി എന്നുള്ളതല്ല, ഈ യുദ്ധം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, ഈ യുദ്ധത്തിലൊന്നും പങ്കുചേരാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ സമാധാനം എങ്ങനെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ജൂത ജനത എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയുടെ കൊടും ക്രൂരത അനുഭവിച്ച ജനതയാണ്. അവിടെ നിന്നും പലായനം ചെയ്ത അനവധി യഹൂദന്മാര് ഇവര് കുടിയേറി പാർത്തത് ഇസ്ലാം സമുദായത്തിന്റെ അധീനതയുള്ള പ്രദേശങ്ങളിലാണ്. ഈ ജൂതന്മാർക്ക് അവിടെ അഭയം നൽകി ഇടം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിബുദ്ധിമാന്മാരായിട്ടുള്ള അതിശക്തിമാന്മാരായിട്ടുള്ള ഭാവിയെ വളരെ കൂടുതൽ അറിയുവാൻ കഴിയാവുന്ന തരത്തിലുള്ള തലച്ചോറുള്ള ജനതയാണ് ഇസ്രയേലികൾ എന്ന് പറയുന്നത്. ഓയിലിന്റെ കേന്ദ്രം എവിടെയുണ്ടോ ആ പ്രദേശങ്ങൾ കൈക്കലാക്കുവാനാണ് എപ്പോഴും അമേരിക്ക ശ്രമം നടത്തിയിട്ടുള്ളത്. ഇസ്രയേലിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ചില നേതാക്കന്മാർക്ക് അനാവശ്യമായിട്ടുണ്ടായ ഭീതിയാണ്. ഭാവിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമോ? അങ്ങനെ നമുക്കറിയാം, ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ അതിക്രൂരമായ രീതിയിലാണ് ഇസ്രയേൽ ജനത പീഡിപ്പിച്ചത്. അത് കാരണം ഇസ്രയേലിലേക്ക് ഹമാസ് അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുകയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രയേലികൾ ഹമാസിനെതിരെ ശക്തമായ രീതിയിൽ ആക്രമിക്കുവാൻ കാരണമായത്. ഇറാനിലെ ജനതയെ കൂടെ തൻ്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്തരുണത്തിൽ ഏകപക്ഷീയമായ ഒരു യുദ്ധം ഇറാന് മേൽ നടത്തുകയും അവിടുത്തെ നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് അമേരിക്ക യുദ്ധം തുടങ്ങിയത്. അതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓയിലിൻ്റെ നല്ലൊരു പങ്കും നൽകുന്ന ഗൾഫ് മേഖലകളിൽ നിന്നും ഇറാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പുറത്തേക്ക് എണ്ണ പോകുന്നതിനുള്ള സാഹചര്യം ഇന്നില്ല. ഇതിനൊക്കെ കാരണം ആരാണ്? അമേരിക്കയുടെ ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഭരണക്രമം നിലനിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് കടന്നു കയറി ആ പ്രദേശത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഇറാനെതിരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം. അതിൻ്റെ ഫലമായിട്ട് ഓയിൽ കടന്നു വരേണ്ട പ്രദേശം കടലെടുക്ക് ഏകപക്ഷീയമായിട്ട് ഇറാൻ അടയ്ക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഗ്യാസ് കുറ്റിക്കകത്ത് ഗ്യാസ് ഇല്ലാതെ വരും. നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിരത അസ്ഥിരമാക്കപ്പെടും. ഇവിടെയൊക്കെ അമേരിക്കയുടെ ചിന്ത ആകപ്പാട് തകിടം മറിഞ്ഞു. യുദ്ധം ചെയ്യുക മാത്രമല്ല, യുദ്ധോപകരണങ്ങളും സൈനിക സന്നാഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഭരണാധികാരി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം സംരക്ഷിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിൽ നിന്നും അമേരിക്കൻ ജനതയുടെ ശക്തമായ എതിർപ്പിനെ നേരിടുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ്. അതിന് കാരണം ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയാണ്.